അപ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറിയത്? തുടർന്നുകൊണ്ട് നിസ്കരിച്ച ആളുകളൊക്കെ അവരുടെ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടതാണ് എന്നൊരു ഫത്വ നിങ്ങൾ ഇറക്കണ്ടേ? പിന്നെ എങ്ങനെ നിങ്ങൾ നിസ്കരിച്ചു? ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാൻ പാടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ചുവൈലി മൗലവിയോട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്ന ചില സംശയങ്ങൾ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചുവൈലി മൗലവി പറയുന്നത് കുത്തിബിയത്ത് കഴിക്കുന്ന, മൗലിദ് കഴിക്കുന്ന, റാത്തീബ് കഴിക്കുന്ന, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന, അത് വിശ്വസിക്കുന്ന ആളുകളൊക്കെ കാഫറും മുശ്രിക്കുമാണ് എന്നും പള്ളികളൊക്കെ അമ്പലങ്ങളാണ് എന്നൊക്കെ പ്രസ്താവന നിങ്ങൾ ഇറക്കിയല്ലോ. നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത് മനസ്സിൽ നിന്ന് പറഞ്ഞത് തന്നെയാണോ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ? അതൊന്നും നിങ്ങൾ തുറന്നു പറയണം. ജനങ്ങളെ കയ്യടി നേടാനോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്നവരെ ആവേശം കൊള്ളിക്കാനോ നിങ്ങൾ പറഞ്ഞതാണോ? അതല്ല ഈ പ്രായത്തിൽ ബുദ്ധിക്ക് വല്ല ഭ്രമം സംഭവിച്ചു പറഞ്ഞതാണോ? അതല്ല ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞതാണോ? ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചു പറഞ്ഞതാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ സുന്നികളായിരുന്നുവല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന ഈ വിശ്വാസപ്രകാരം നിങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കായിരുന്നു. കാഫിറാകുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച കാഫിറായൊരു മകനായിരുന്നുവല്ലോ നിങ്ങൾ. പിന്നെ നിങ്ങൾ വർഷക്കാലം ജീവിച്ച് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിൽ പോയപ്പോൾ മുസ്ലിം ആയിട്ടുണ്ടോ? അതോ അപ്പോഴും കാഫിറായിരുന്നോ? അതിൻ്റെ ശേഷം നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്തിയതിന് ശേഷമാണോ നിങ്ങൾ മുസ്ലിം ആയത്? അപ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറിയത്? മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയതാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ മുസ്ലിം ആയതാണെങ്കിൽ നിങ്ങൾ മുസ്ലിം ആകുന്നതിന് മുമ്പാണല്ലോ നിങ്ങളെ വിവാഹം നടന്നത്. നിങ്ങളുടെ ഭാര്യ പിതാവ് ഒരു പണ്ഡിതനാണല്ലോ. സുന്നി ആചാരങ്ങളൊക്കെ നടത്തുന്ന നിങ്ങളുടെ ഭാര്യ പിതാവ് അന്ന് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതിനെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? അന്ന് നിങ്ങളും സുന്നിയായിരുന്നു, അവരും സുന്നിയായിരുന്നു. അഥവാ നിങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസപ്രകാരം നിങ്ങളുടെ ഭാര്യ പിതാവും അവരുടെ മാതാവും മുശ്രിക്കാണ്, നിങ്ങളും വന്ന് മുശ്രിക്കാണ്, അഥവാ കാഫിറാണ്. കാഫിറായ സമയത്തിലുള്ള മാതാവും പിതാവും മകളും നിങ്ങളുമൊക്കെ കാഫിറായ സമയത്ത് നടന്ന ആ നിക്കാഹ്, എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസപ്രകാരം അല്ല താനും അത് നടന്നത്. മുസ്ലിം ഇസ്ലാമിക മതവിശ്വാസപ്രകാരം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങളൊക്കെ കാഫിരീങ്ങളാണ്. മറ്റു മതത്തിൻ്റെ വിശ്വാസപ്രകാരവും അല്ല നിങ്ങൾ നിക്കാഹ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഭാര്യയുമായി നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഹലാലാണോ അല്ലേ? നിങ്ങളതിൻ്റെ ഒരു മതവിധി പറഞ്ഞു തരണം. നിങ്ങൾ മുസ്ലിമായി, നിങ്ങളെ ഭാര്യയെ നിങ്ങൾ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാക്കി, എന്നിട്ട് പുതിയ നിക്കാഹ് ചെയ്തിട്ടാണോ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത്? അതും അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാഫിറാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനമാകുന്ന നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ. 2-3 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടത്. ആ മരണപ്പെട്ട ഉമ്മ മരിച്ചത് സുന്നിയായിട്ട്, അഥവാ നിങ്ങളെ വിശ്വാസപ്രകാരം കാഫിറായിട്ടാണല്ലോ നിങ്ങളെ ഉമ്മ മരിച്ചു പോയത്. ആ കാഫിറായി പോയി മരിച്ചുപോയ ഉമ്മാക്ക് നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചുവല്ലോ. അങ്ങനെ നിസ്കരിക്കാൻ പാടുണ്ടോ? പിന്നെ മൗലവി ഇപ്പോൾ ഉമ്മാൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പുതിയ തട്ടിപ്പുമായി വരികയാണ്. ഉമ്മാനെ അദ്ദേഹം സന്ദർശിക്കാറുണ്ട് എന്നും, അങ്ങനെ മരിക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് ഉമ്മാനെ പോയി കണ്ടപ്പോൾ ഉമ്മാനെ കൊണ്ട് നിങ്ങളെക്കാക്ക് എന്തെങ്കിലും
പരലോകത്ത് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു പോൽ, അല്ലെങ്കിലും ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്ന് ആ ഉമ്മ ചോദിച്ചു. അതോടുകൂടി ഇയാൾക്ക് ഉമ്മാനെ കുളിപ്പിക്കാനായി, ഉമ്മാനെ നിസ്കരിക്കാനായി, ഉമ്മാനെ കഫൻ ചെയ്യാനായി, ഇപ്പോൾ അനന്തരെടുക്കാനായി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് പൈമ പറയും. അല്ല മൗലവി, ഇത്ര കാലം ശിർക്കും കുഫറും ആയി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ് കാഫറായി ജീവിച്ച ഒരു ഉമ്മാക്ക് മുസ്ലിമാകാൻ വേണ്ട വാചകമാണോ ഇത്? അള്ളാഹിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊരാൾ പറഞ്ഞാൽ മുസ്ലിമായോ ഒരു കാഫിർ? ഷഹാദത്ത് കലിമ ചെല്ലുന്ന വേണ്ടേ ഇപ്പൊ മുസ്ലിമാകാൻ? നിങ്ങളുടെ ശരീഅത്തൊക്കെ മാറിയോ? ഇപ്പോ അത് തന്നെ അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരൊക്കെ നിഷേധിക്കുന്നു, ആരും അംഗീകരിക്കുന്നില്ല. ഇനി മൗലവി അങ്ങനെ ആ ഉമ്മ മാത്രമല്ല, തപസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്ന കുത്തുബ് നടത്തുന്ന എല്ലാ ഉമ്മമാരും പോരും അള്ളാഹിനെ കൊണ്ട് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെയാണ് സുന്നികളുടെ വിശ്വാസവും. അള്ളാഹു താല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ ചെയ്യുക എന്നല്ലാതെ സ്വന്തമായി എന്ത് ചെയ്യാനും അള്ളാഹിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് തന്നെയാണ് എല്ലാ ഉമ്മാന്റെയും വിശ്വാസം. നിങ്ങൾ പോയി മന്ത്രിച്ചപ്പോൾ ഉമ്മ വിശ്വാസമൊക്കെ മാറ്റിയിട്ട് വേറെ പറഞ്ഞതൊന്നും അല്ലാതെ അത് തന്നെയാണ് എല്ലാ ഉമ്മമാരെയും വിശ്വാസം. അതന്നെ ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവർക്കിങ്ങനെ ഉരുട്ടിയിട്ട് പറയാൻ സാധിക്കൂലെങ്കിലും ഉമ്മമാരൊക്കെ വിശ്വസിക്കുന്നത് എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു താല മഹാന്മാരെ വലുതാക്കിയത് കൊണ്ടാണ് അവരെ വിളിക്കുന്നതും അവരെ കൊണ്ട് സഹായം തേടുന്നവരും അവർക്ക് നൽകുന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുന്നതും. അതല്ലാതെ സ്വന്തമായി എന്തും ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്നു തന്നെയാണ് സുന്നികളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുതന്നെയാണ് നിങ്ങളുടെ ഉമ്മാൻ്റെ വിശ്വാസം. അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വിളിയൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി നിന്റെ കൂടെ മുസ്ലിമായിരിക്കുന്നു എന്നല്ലാതെ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ വെക്കുന്ന അർത്ഥത്തിലേക്ക് അത് അർത്ഥം വെക്കുകയാണെങ്കിൽ ഒരു ഷഹാദത്ത് കലിമ ഉമ്മാനെ കൊണ്ടൊന്ന് ചൊല്ലിക്കണ്ടേ? അതൊന്ന് ചൊല്ലിക്കാൻ പോലും നിങ്ങളോട് കഴിഞ്ഞില്ലല്ലോ, അത് നിങ്ങൾ ചൊല്ലിച്ചതുമില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ നിസ്കരിച്ചു? ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. എങ്ങനെ നിങ്ങൾ അനന്തരമെടുത്തു? ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ആ ഉമ്മാന്റെ വിഷയത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളിപ്പോഴും കൃത്യമായി തന്നെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കാഫറായ സമയത്തിലുള്ള നിങ്ങളുടെ ഭാര്യയും നിങ്ങളും കാഫറായ സമയത്തിലുള്ള ആ നിക്കാഹ് സ്വഹീഹല്ലെങ്കിൽ അതിലുണ്ടായ മക്കളുടെ അവസ്ഥ എന്താണ്? അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ മുസ്ലിം ആയിട്ടുണ്ടോ ഷഹാദത്ത് കലിമ ചൊല്ലി നിങ്ങളുടെ വിശ്വാസപ്രകാരം? ഭാര്യയ്ക്ക് ഇപ്പോൾ സുന്നി വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ കുടുംബക്കാർ അഥവാ അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ കുടുംബം, അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുമായിട്ട് അവരുടെ ബന്ധം എന്താണ്? മുസ്ലിം ബന്ധമാണോ? ഇതൊക്കെ ഒന്ന് നിങ്ങൾ വിശദീകരിക്കണമല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് എങ്കിൽ, അതല്ല നിങ്ങളെ പ്രായത്തിൻ്റെ ചാപ്പല്യങ്ങളെ കൊണ്ട് പറഞ്ഞു പോയതാണെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഇല്ല. ഇനി നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ വിവാഹം കഴിക്കുന്നത് പലപ്പോഴും സുന്നികളുടെ മക്കളെയാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം അവർ കാഫറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ ഈ കാഫറാകുന്ന സുന്നികളുടെ മക്കളെ വിവാഹം ചെയ്താൽ സഹിയാകില്ല എന്ന്? സുന്നി പള്ളിയിൽ നിസ്കരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതിയോ? സുന്നികളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. സുന്നികൾക്ക് നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനും പാടില്ല. അത് കാഫറും മുസ്ലിമും തമ്മിലുള്ള നിക്കാഹാകും, അത് സ്വഹിയാവുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലെങ്കിൽ കാഫിരിനെയും മുസ്ലിക്കിനെയും ഒക്കെ നിക്കാഹ് ചെയ്യാം എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ അതിൻ്റെ പ്രമാണമൊക്കെ ഒന്ന് നിങ്ങൾ വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. ചില അഹ്ലി കിതാബിക്കാരെ വിവാഹം ചെയ്യാൻ പറ്റുന്ന ചില വകുപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മുസ്ലിക്കായ കാഫിറാകുന്ന ആളുകളെ നിക്കാഹ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അതുകൊണ്ട് ഇത് ചില സാമ്പിൾ ചോദ്യങ്ങൾ മാത്രമാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടത് നിങ്ങളൊന്ന് വിശദീകരിച്ചു തരേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ സംഘടനയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതും വിശദീകരിച്ചു തരേണ്ടതുണ്ട്. നിങ്ങൾ ഖുതുബയോദിയ, നിങ്ങൾ കാഫറായ കാലഘട്ടത്തിൽ ഖുതുബയോദിയ കണ്ണൂരിലെ പള്ളിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അപ്പോഴൊക്കെ നിങ്ങളെ വന്ന് തുടർന്ന ഒരുപാട് അക്കാലഘട്ടത്തിൽ മുസ്ലിമായ അഥവാ KNM മുജാഹിദിൻ്റെ വിശ്വാസക്കാരുണ്ടാവുമല്ലോ. അവരുടെ നിസ്കാരങ്ങളൊക്കെ നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? ഞാൻ കാഫറായ കാലഘട്ടത്തിൽ എന്നെ തുടർന്ന ആളുകൾ, ആ തുടർന്നുകൊണ്ട് നിസ്കരിച്ച ആളുകളൊക്കെ അവരുടെ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടതാണ് എന്നൊരു ഫത്വ നിങ്ങൾ ഇറക്കണ്ടേ?
ഇങ്ങനെ തുടർന്നുള്ള ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതിനൊക്കെ കൃത്യമായൊരു ഉത്തരം പറയണം എന്നാണ്. സുന്നികൾ മുശ്രിക്കുകളാണ് എന്ന് നിങ്ങൾ പറയാനുള്ള തെളിവുകളും ഒന്ന് പറഞ്ഞു തരണം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.